ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ഓപ്പറേഷൻ തൂഫാൻ ലീഗിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. ലോകകപ്പിന് അരങ്ങുണരുമ്പോൾ ലോകം മുഴുവൻ കാൽപന്തിലേക്ക് ചുരുങ്ങിയ അവസരത്തിൽ ഫുട്ബോൾ ജലത്തിലേക്ക് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും. കേരള സർക്കാരിന്റെ ലഹരി വിമുക്ത ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓപ്പറേഷൻ തൂഫാൻ ലീഗ് എന്ന പേരിലാണ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. ഓരോ ഗോളും ലഹരിക്കെതിരെ എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ PK ശ്രീജിഷ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പുതിയ ഗവൺമെൻറ് നടത്തിപ്പിലാക്കി വരുന്ന മയക്കുമരുന്നിനെതിരെ വലിയ ഒരു ക്യാമ്പയിനാണ് നടക്കുന്നത്. അതും നമ്മുടെ ഫുട്ബോൾ, ലോകകപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലോകകപ്പ് ഫുട്ബോൾ ആവേശമായി, എല്ലാവരിലും ആവേശമായി നടക്കുന്ന ഈ സമയത്ത് നമ്മളും അതിൻ്റെ ഭാഗമാവുന്നു, നമ്മുടെ കുട്ടികളും അതിൻ്റെ ഭാഗമാവുന്നു. ഇതിനെ തുടർന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ടർഫിൽ പോയിട്ട് കളിക്കുന്നുണ്ട്. ഒരു ലീഗ് മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ഓരോ ഗോളും ഓരോ ഇവിടുത്തെ കുട്ടികളെ ചാനലൈസ് ചെയ്യാനാണ്. നമ്മൾ ഈ കളിയിലേക്ക് പുതിയ കാലത്തെ കുട്ടികൾ പലരും മയക്കുമരുന്നിൻ്റെ മറ്റ് ഇതിലേക്ക് അടിമയാകുന്നത് കൃത്യമായ ധാരണയില്ലാതെയാണ്. അവരുടെ ഫിസിക്കൽ ആവശ്യങ്ങളില്ല, അതിനുവേണ്ടി നമ്മൾ കുട്ടികളെ ഈ കളിയിലേക്കൊക്കെ പ്രചോദിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രവും വർത്തമാനവും പങ്കിട്ടുകൊണ്ട് PB കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അപൂർവം വീടുകളിലെ TV ഉള്ളൂ. അന്ന് മെക്സിക്കോയിലായിരുന്നു വേൾഡ് കപ്പ്. ആ കളി കാണാനുള്ള ഭാഗ്യം കുറച്ചൊക്കെ എനിക്കും അന്ന് ലഭിച്ചിട്ടുണ്ട്. അന്ന് അർജന്റീനയായിരുന്നു. മറഡോണയുടെ താരോദയം, മറഡോണയുടെ ആ മികവിൽ അർജന്റീന കപ്പടിച്ച ഒരു ടൂർണമെൻ്റ് ആയിരുന്നു മെക്സിക്കോയിൽ 1986 നടന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് കുട്ടികളോട് സംസാരിച്ചു. ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത, കുട്ടികളെല്ലാം ഗ്രൗണ്ടിൽ നിന്ന് കരക്ക് കയറി മൊബൈലിൻ്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതുതന്നെയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. മൊബൈൽ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഈ കാലഘട്ടത്തിൽ മൊബൈൽ പോലീസിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മൊബൈൽ ആശ്രയിച്ചുകൊണ്ടാണ് പല ക്രൈമും തെളിയിക്കുന്നത്. ഈ ആധുനിക ടെക്നോളജി എങ്ങനെ മിസ്യൂസ് ചെയ്യാമെന്നാണ് പുതിയ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. കുറേ കുട്ടികൾ മൊബൈലിന് അഡിക്ഷനായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിലൂടെ ലഹരിയിലേക്ക്. അപ്പം നമുക്ക് വേണ്ടത്, ലഹരി നല്ലതാണ്, അത് MDMA-നോടല്ല, കഞ്ചാവിനോടാവരുത്. ലഹരി ഫുട്ബോളിനാവട്ടെ, അല്ലെങ്കിൽ ഫുട്ബോളിനോടാവട്ടെ, അല്ലെങ്കിൽ ക്രിക്കറ്റിനോടാവട്ടെ, അതുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികളോടാവട്ടെ, നിങ്ങളുടെ പഠനത്തോട് ലഹരി ആയിക്കൂടെ? സ്വന്തം കുടുംബക്കാരോടും അച്ഛനമ്മമാരോടും കൂട്ടുകാരോടും ഉള്ള സ്നേഹത്തിലൊരു ലഹരി ആയിക്കൂടെ? ഇത്തരം ലഹരികൾ മതി. MDMA-യുടെ ലഹരി നമുക്ക് വേണ്ട, കഞ്ചാവിൻ്റെ ലഹരി നമുക്ക് വേണ്ട. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപകർ KS കിരൺ, അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ VB സജിത്ത്, LP വിഭാഗം പ്രിൻസിപ്പൽ VV അമ്പിളി, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, സ്റ്റാഫ് സെക്രട്ടറി പ്രവിത പ്രതാപൻ എന്നിവർ സംസാരിച്ചു.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ ആൻഡ് കൊടകര. സ്വർണത്തിന്റെ സത്യം.